നമസ്കാരം ആൻഡ് അസ്സലാമു അലൈക്കും ഫ്രം ലക്ഷദ്വീപ്. സോ ഡേ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് എങ്ങനെ ഇന്ന് ലുക്ക് കാലാവസ്ഥ ആണ്, അധികം വെയിലില്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഇന്ന്. സോ ഞാൻ ബീച്ച് വൈബൊക്കെ പിടിച്ചിട്ടുണ്ട്. ട്രൗസറാണ് ഇട്ടിട്ടുള്ളത്. ഷിങ്കൂത. സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കയാക്കിങ്, സ്കൂബ ഡൈവിങ് അല്ലെങ്കിൽ സ്നോർക്കലിംഗ്, ഇതിൽ ഏതൊക്കെയാണ് ചെയ്യാൻ പോണതെന്ന് അറിയില്ല. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ പോയിട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നമ്മളെ ബൈക്കിന് എണ്ണയൊക്കെ അടിക്കും, സ്കൂട്ടറിന്. അതെ, അത് നിങ്ങൾക്ക് കാണിച്ചു തരണം. കാരണം ഇവിടെ എണ്ണ അടിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങുന്ന പോലെയാണ് ഇവിടെ പെട്രോളും ഡീസലൊക്കെ വേണം, കാർഡൊക്കെ വേണം. സോ നമ്മളതെങ്ങനെയാണെന്നൊക്കെ പോയി കാണാം അല്ലേ. ലെറ്റ്സ് ഗോ. ഇന്ന് ഗോപ്രോയിലാണ്, ഫോണിലല്ല എടുക്കുന്നത്. കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഫോണ് വെള്ളത്തിൽ പോയാലോ. അപ്പോൾ ഇത് വെള്ളത്തിലിടാൻ പറ്റും? ഇത് വെള്ളത്തിലിടാൻ പറ്റില്ല, എന്നാലും ഫോണ് പോകുന്ന പോലെ പോവില്ല. ഇതിനുള്ളിലൊക്കെ വെള്ളം കയറിയല്ലോ. ഫോണ് പോയി കഴിഞ്ഞാൽ 1.5 ലക്ഷം റുപ്യ പോകും. 1.20 പോകും. ഇത് പോയാൽ 40,000 പോകും. അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതിങ്ങനെ വെള്ളത്തിലിറക്കാം, ഇത് ഇറക്കാം. പക്ഷെ ഉപ്പ് വെള്ളത്തിൽ ഇറക്കിയാൽ എന്തെങ്കിലും പറ്റിപ്പോയാലോ. അപ്പൊ ഇതിനെ പൊതുവെ ആൾക്കാരൊക്കെ ഇറക്കുന്ന അപ്പൊ അവരെന്താ ചെയ്യും? അത് ഇതിന് മേലെ ഒരു കവർ ഉണ്ട്, അതിടും. അത് എടുക്കാൻ മറന്നു. ഇല്ല, ഇവരുടെ അടുത്ത് ക്യാമറ ഉണ്ടാവും. സോ നമ്മളെ താമസ സ്ഥലത്ത് നിന്ന് പോവാണ് കേട്ടോ. നമ്മളെ കൂട്ടാൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഞാൻ കാണിച്ചു തരാം. വണ്ടി വരുന്നുണ്ട്. അങ്ങനല്ല. സോ ഗൈസ്, നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഗോപ്രോ വൈഡിലിങ്ങനെ പിടിച്ചിരിക്കുക. നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല, എന്തായാലും പിടിച്ചിട്ടുണ്ട്. നൈസ്. പിന്നെ ഇനി ഷിങ്കു വീഡിയോ എടുക്കുന്നതായിരിക്കും. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കണോ വീഡിയോ എടുക്കണം, രണ്ടും കൂടി ഒരുമിച്ച് എടുക്കില്ല. ആ ഗ്രിപ്പുള്ളോടത്ത് പിടിക്കും, ഗ്രിപ്പുള്ളോടത്ത് പിടിക്കും. ക്യാമറ വേണേൽ ചെറുതാക്ക്, ഇങ്ങനെ ചെറുതാക്കി. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ പിടിച്ചാൽ വണ്ടീൻ്റെ പ്രശ്നം, ഇങ്ങനെ പിടിച്ചാലേ മരത്തിൻ്റെ ഈ സൈഡ് പിടിച്ചാൽ, അതായത് സൈഡിലുള്ള മരം പോലെ ഇതൊക്കെ പോലെ. എന്തായാലും കൊള്ളാം. ഈ വീഡിയോ എടുക്കുന്നത് ഫാമിലി തന്നെ മൊത്തം. ഡ്രൈവർക്ക് ശ്രദ്ധ പോരാ, നമ്മളെ കൊണ്ട് അറിയത്തില്ല അല്ലേ. പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ ആവോ അറിയില്ല, എന്തായാലും പറയാ. കൊടുത്തോ? ആ ഗൈസ്, അപ്പം നമ്മളിത് എണ്ണ അടിക്കാൻ വേണ്ടി പിറ്റ് സ്റ്റോപ്പിൽ റേഷൻ കട എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ അല്ലേ ഫുള്ള് കാസറോൾ. എണ്ണ അടിക്കണതിൻ്റെ നമുക്ക് കാസറോൾ വാങ്ങിക്കാം. ബെഡ്ഷീറ്റും അതും ഇതൊക്കെ ഉണ്ട്. ഓക്കെ, എവിടെ കാർഡ്? എവിടെ ആ ഇക്കാൻ്റെ എഴുതിട്ടു. 1 ലിറ്ററിന് എത്രയാ? 140. ഇവിടെ 1 ലിറ്ററിന് 140 റുപ്യ കേട്ടോ പെട്രോളിന്. നമ്മളെ നാട്ടിൽ 160. GST ആണല്ലേ. ശരി, മനസ്സിലാണോ? മനസ്സിലായി. ഇങ്ങനെയാണ് എണ്ണ അടിക്കണം. എന്നിട്ട് ഇവിടെ പോയിട്ട് എണ്ണ വാങ്ങി. ഇത് സ്കൂളല്ലേ? പ്രീ സ്കൂളാ? അതാ പറഞ്ഞേ, പ്രീ സ്കൂള്. അപ്പം ഇതാണ് ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ. ഹായ്, ഹലോ.
വണ്ടിയായിട്ട് കളിക്കുന്നു. ഡൗൺ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പേ ചെയ്തിട്ട് എണ്ണ അടിക്കണ സ്ഥലം വേറെയാ അല്ലേ? അപ്പോൾ നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. പോയി അതാ അവിടെ തന്നെ. അതാ അവിടെയാണോ? ഓ, ഡ്രംസ് വെച്ച സ്ഥലത്തായിരിക്കണം. അഗത്തി ആശാര്യ അല്ലല്ല, അതല്ല. ഓ അവിടെ തന്നെ. അതെ അതെ അതെ, ഇവിടെയാണ് നമ്മൾ പെട്രോളൊക്കെ അടിക്കുന്ന സ്ഥലം. പെട്രോളും ഡീസലും ഇവിടെ സെക്ഷൻ പ്രൊവിഷൻ കൺട്രോൾ. ഞാൻ ഇവിടെ പെട്രോൾ സ്റ്റേഷനിലെത്തി. അതെ, ഇവർ എണ്ണടിക്കും. എണ്ണടിക്കാം. ഇതാണ് ഇവിടുത്തെ എണ്ണ അടിക്കുന്നത് പെട്രോൾ സ്റ്റേഷൻ്റെ. ഇത് പെട്രോള്, ഈ കാണുന്നൊക്കെ പെട്രോളാണ്. സഞ്ചില് മേടിച്ചു കൊണ്ടുപോകും. ഇതൊക്കെ കേരളത്തിൽ നിന്നാണ് വരുത്ത്. അപ്പം നമ്മളിന്ന് ഇതൊക്കെ തന്നെ തുറക്കല്. പുഷ് ലോക്ക് എന്നാണ് കാണിക്കുന്നത്. എത്ര, 1 ലിറ്ററാ? 2 ലിറ്റർ. സോ ഗൈസ്, ഇങ്ങനെയാണ് ഇവിടെ പെട്രോൾ അടിക്കുക കേട്ടോ. നീ കണ്ടില്ല കേട്ടില്ല എന്നാലും പറയണ്ട. എന്തോ രാത്രി വന്നിട്ട് അടിച്ചു പറ്റില്ല നമുക്ക്. ഇവിടെ ബ്ലാക്കിന് പറ്റൂടാ? ബ്ലാക്കിന് വെക്കാൻ പറ്റില്ല? 200 അതെങ്ങനെ ഷിപ്പിൽ കൊണ്ടുവരൂ? ആ അങ്ങനെ. ഒരു മാസം എത്ര ലിറ്റർ കിട്ടും ഒരാൾക്ക്? 20 ലിറ്റർ കിട്ടും. ഒഴിവായത് കഴിഞ്ഞത്. നൈസ്. എന്നാ പോവാ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ അറിയോ? കയാക്കിംഗ്. ഓ, കയാക്കിംഗാ. ഇവിടെയാണ് കയാക്കിംഗ്. അറിയില്ല കേട്ടോ. ഇനി പശുവൊക്കെ ഉണ്ട്. പശുണ്ട്, കോഴിയുണ്ട്. ഓല മടയുന്നു പണ്ടേ കണ്ടിട്ടുള്ളൂ, ചെറുപ്പത്തിൽ. എൻ്റെ വീടിൻ്റെ നല്ല രസമുണ്ട്. ഹായ് ഹായ് വിളിപ്പാ. നമ്മൾ കയാക്കിങ്ങിന് വന്നാ അല്ലേ? എന്തിനു വന്നാ? കയാക്കിങ്. സോ ഗൈസ്, കയാക്കിങ്ങിന് വന്നാ കേട്ടോ. കയാക്കിങ്. അപ്പം കയാക്കിങ്ങിൻ്റെ ബോട്ട് എവിടെ? ഇതാണ് കയാക്കിങ് ബോട്ട്. സോ ഗൈസ്, നമ്മൾ കയാക്കിങ്ങിൻ്റെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ കയാക്കിങ് ബോട്ട് കേട്ടോ. നമ്മളിനി അങ്ങോട്ട് പോകും കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റേ പുള്ളിക്കാരൻ വരണം. പുള്ളിക്കാരനാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ, ആൽദീസിന് ചെയ്തിട്ടുണ്ട്, വേറെ എവിടെ നിന്നൊക്കെയോ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് എല്ലാ കാര്യങ്ങളും ആദ്യം പറഞ്ഞു തരും, എന്നിട്ടാണ് നമുക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇവിടെ കണ്ടോ സ്നോർക്കലിംഗ് ചെയ്യുന്ന ആൾക്കാരെ ചെയ്തിങ്ങനെ ഉള്ളോട്ട് വിടുകയാണ്. സേഫ്റ്റിയൊക്കെ നമുക്കുണ്ട് കേട്ടോ. എല്ലാ റേറ്റിലും സേഫ്റ്റി കോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇവർ വിടുന്നത്. സോ ഗൈസ്, ഒരാളോട് ജാക്കറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ മറിച്ചിട്ടിരിക്കും. അതെപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ. അന്ന് പോയപ്പോൾ ടൈറ്റിലിടണം. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല പുതിയ ജാക്കറ്റ് അല്ലേ? നൈസ്. എനിക്കില്ല, പിടിക്കൂ. കുറേയൊന്നും പോയില്ല. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പോയല്ല. എനിക്ക് ഡോക്ടർ ആവണം.
ആ നമുക്ക് നല്ലൊരു ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പിടിച്ചാൽ തന്നെ മനസ്സിലാവും പ്രൊഫഷണലാണ്. പ്രൊഫഷണൽ ക്യാമറമാൻ. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കണം. നമുക്ക് സെപ്പറേറ്റ് പോവാം. പേടി ചിങ്കുവിന് വട്ടിക്കത് തിരിവാ. അല്ല നമുക്ക് വേറെ ചിങ്കുവിന് പേടി. എനിക്കറിയാം, ഞാനും കണ്ണാപ്പിയൊക്കെ എത്ര പോയിന്റ് അറിയാം. ടെക്നോളജിയാ. കേറി നനിയോ, അത് നോക്കിയിട്ട് കാര്യമില്ല. ആ ക്യാമറ എടുക്കണോ? നനിയോ? ചിങ്കു കേറുന്നുണ്ട്. സോ ഗൈസ്, ചിങ്കുവിന് ഒടുക്കത്തെ പേടി. ഇങ്ങനെ ഇരുന്ന് കേറ്. ആ ഇല്ല, ഇരിക്ക് പറ്റും. ആ ആ പേടിയുണ്ടോ? ക്യാമറ എടുക്കണോ വേണ്ടയോ? നനയാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇല്ല, പേടിക്കല്ലേ. വെയിറ്റ് വരട്ടെ, ഞാൻ വരാം. സോ ഗൈസ്, ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നനിയൊന്ന് പേടി. അതുകൊണ്ട് ഞാൻ ക്യാമറ ഇവിടെ കൊടുക്കുക കേട്ടോ. നിങ്ങൾ സോ ഗൈസ്, കയാക്കിങ് കഴിഞ്ഞ് വന്നു. ഈ ധൈര്യശാലി കാരണം എനിക്ക് പരീക്ഷ ഉണ്ടേ. എന്നോട് പറയാ, നിങ്ങൾ പോയിട്ട് മരിച്ചോളി, എന്നാലും എനിക്ക് എക്സാം ചെയ്തോളന്ന്. എനിക്ക് പരീക്ഷ എഴുതിയിട്ടാ മരിക്കുക. ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം പഠിച്ചത്. ഒക്കെ മറന്നു പോലെ. കോമഡി ആയിരുന്നു ഗൈസ്. എന്നിട്ട് ഞാൻ ആദ്യം, പിന്നെ ഞങ്ങൾ രണ്ടാളും പോയി, പിന്നെ ഞങ്ങൾ ഒറ്റക്ക് പോയി. എന്നാ ചെരുപ്പ്, പിങ്കി ചെരുപ്പ്. ആയിഷേന്റെ ഓർമ്മ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ആയിഷേന്റെ ചെരുപ്പാ. ഐശന്റെ ഓർമ്മ, ഐശന്റെ ചെരുപ്പുണ്ട്. ഇത് ഐശന്റെ ചെരുപ്പാട്ടോ. സോ ഗൈസ്, നമ്മൾ ഇനിയും ഡൈവിങ്ങിന് പോവാണ്. ഇവിടെ എത്ര പേടിയുള്ള ആള് ഇനി ഡൈവിങ്ങിന് പോയിട്ട് എന്താ ചെയ്യാൻ? ആ പിന്നെ സോ നമുക്ക് പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിക്കാം. ജ്യൂസ് കിട്ടുമോ നോക്കട്ടെ. എന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. വാ, ഇതാ നമ്മളെ വീഡിയോയിൽ ക്യാമറമാൻ ഇതായിരുന്നു, നമ്മളെ ഫാറൂഖ് ആയിരുന്നു ക്യാമറമാൻ. പേര് സൈനുദ്ദീൻ. ആ എന്താണ് വേണ്ട? പിന്നെ നിങ്ങൾ വീണ്ടും വീഡിയോയിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ നിങ്ങളെ കാരണം ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു മൈക്ക് പോയി. അത് നാളെ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും. വീഡിയോ ഇടൂല ഒരിക്കലും വീഡിയോ ഇടൂല. വീഡിയോ എടുക്കുന്നത് അത് ഓടുന്ന ഓരോരുത്തര്. ഇത് ടൂറിസ്റ്റ് അതൊന്നും. സോ നമ്മളെ ഡ്രൈവർ ചിങ്കുവാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡൈവിങ്ങിന് പോവാണ്. അതിന് മുന്നേ ഡ്രൈവർക്ക് ജ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ജ്യൂസ് കുടിക്കണം. മറ്റേ കയാക്കിന്റെ കോമഡി നിങ്ങൾ കണ്ടില്ലല്ലോ. കയാക്കിങ്ങിന് ഇതൊന്നും അല്ലായിരുന്നു അവിടെ കോമഡി ഗൈസ്. ഒരാൾ കയറിയ മുതൽ തുടങ്ങി. ഞാൻ ക്യാമറ അറിയാണ്ട് അവർക്ക് കൊടുത്തു. ഇല്ലേണ്ടല്ല ചിരിച്ച് മണ്ണ് അപ്പിയ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നറിയോ? ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് പരീക്ഷ ഉള്ളതുകൊണ്ടാണ്. പരീക്ഷ ജീവനിലല്ല കൊതി, പരീക്ഷ മാത്രമാണ് കൊതി. എന്തായാലും സൂപ്പറാണ്. നമ്മളിതാ പിന്നെ ഏതോ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയില്ല. വെഹിക്കിൾ വണ്ടികൾ വരുന്നു. ആയി വണ്ടി നമ്മൾ ഡൈവിങ്ങിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക്
നമ്മൾ ഒരു ഏരിയ നോക്കിയപ്പോൾ ഫുള്ള് തിരക്ക്. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്രോളിങ് നിരോധനമാണ്. ആ സമയത്ത് മീൻ പിടിക്കാൻ പിന്നെ ചില ബോട്ടുകൾക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. അങ്ങനെ പോയി വന്ന ഒരു ബോട്ടാണിത് മീനായിട്ട്. അതുകൊണ്ട് ഫുള്ള് തിരക്കാണ് ഗൈസ്. ഇവിടെ മീൻ വാങ്ങാനുള്ള തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പിടിച്ച ക്യാമറ ഞാൻ പൊന്തിച്ച് കാണിക്കാം. മീൻ 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 ലോവർ കോഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് അടുക്കൽ നടക്കൂല. മീൻ വേണ്ടവർക്ക് മാത്രമേ ഇപ്പോൾ അടുക്കാൻ പറ്റുള്ളൂ. അമ്മാതിരി തിരക്കാണ്. അടിയാ. ഇതാ മീനെ നോക്കി. ആ ഇവാ ഈ മീനിന്റെ പേരെന്താ? ചൂരയാണോ അത്? ഞാൻ എടുക്കുന്നുണ്ട്. അവിടെ അവിടെ തിരക്ക്, അവിടെ അടിയാ. ഇപ്പം വീഡിയോ എടുക്കാൻ പോയാലും ഒരു പറപ്പിക്കും. വീഡിയോ എടുക്കാൻ പോയാൽ പറപ്പിക്കുന്നു. അവിടെ കയറാൻ പറ്റും. അവിടെ ഉസ്താദൊക്കെ ഉണ്ട് പൈസ. അതുകൊണ്ട് എനിക്ക് പോകാനുണ്ട്. ഇവിടെ മീൻ പിടിക്കാൻ പോകാൻ വേണ്ടി പറ്റുള്ളൂ. മീനായിട്ട് ഓ മീൻ കിട്ടി. എത്ര രൂപ? 400 രൂപ. ഈ 3 ചൂരയ്ക്ക്. അവിടെ ആ ബോട്ടിൽ കേറാൻ പറ്റും. ഇവരെ പറഞ്ഞു ഈ 4 മീൻ എത്ര? 450. അത്രേ ഉള്ളൂ. ഇതിലും കുറവായിരിക്കും. അതും ടൂണക്ക് ഇത്രയും വില കുറവ്. ഇതാണ് ടൂണ. ഇതാണ് ടൂണ. ഇത് അച്ചാറിടാനൊക്കെ പറ്റും. ഇത് ഉണക്കുമ്പോഴല്ലേ മാസാവുന്ന. എലിപ്പാന്റെ പേരെന്താ? ഇളക്കില്ലേ? ഞങ്ങളെ കിട്ടിക്കോട്ടാണ് മോനെ. ഇന്ന ചെടി പോലെ ഞങ്ങളെ നമ്മൾ കടല് വലിച്ചോണ്ട് പോകും. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കടല് കൊണ്ടു. അതുപോലെ ഒരു പേടിയൊക്കെ. അതിന്റെ ആവശ്യമില്ല. നമ്മൾ റീഫിന്റെ അകത്താണുള്ളത്. ലഗൂൺ സൈഡിലാണ്. ഇതെന്താ സാധനം? അത് മറ്റേ പൂക്കുത്ത്. പൂക്കുറ്റിയോ? പൂക്കുത്ത്. കഴിച്ചു നോക്കുന്നു. ഇത് മസാല പോണ്ട. ഇത് പപ്സ്. ഇത് ഉള്ളി എഗ്ഗാണോ? ഇതോ ശിങ്കു പോരെ ഗൈസ്. ഒരു നാട്ടിൽ വന്നിട്ട് ഒരു വെറൈറ്റി ഞാൻ കഴിച്ചോട്ടെ. മധുരാണിത്. ശർക്കര ഇട്ടത്. എന്ത് ഇതാണ് പൂക്കത്ത് എന്ന് പറഞ്ഞ സാധനം. കഴിച്ചോക്കാം. ഇത് മീനാണോ? മധുരല്ലേ? ഇല എന്നാൻ പറ്റൂലല്ലോ. ഫ്ലേവർ കഴിച്ചോക്ക്. ഒരു കടി അടിച്ച പിന്നെ വീട്ടിൽ നിന്നും കഴിക്കില്ല. തലയിലാകും.
ഇത് പൊതുവെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറ്റിയതാണ്. ചിക്കു ഷേക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് കുടിക്കുന്നു. ജ്യൂസ് അല്ല, ഷേക്ക്, ചിക്കു ഷേക്ക്. വീഡിയോ ഓപ്പൺ നോക്കി ബാനിങ് അങ്ങാവിടെ നോക്കി ഞാൻ ഇതാണ് സ്ഥിരം ഒരു ഫാമിലിയൊക്കെ തികഞ്ഞിട്ട് സ്ഥിരം വീഡിയോ കാണുന്ന കുറേ ദൂരം അത് ആദ്യമായിട്ട് കേൾക്കാം. ദീപിൻ്റെ 4-5 മണിക്കൂറായിരിക്കും. ഇതാണ് ഇവിടെ ഹോസ്പിറ്റൽ കേട്ടോ, രാജീവ് ഗാന്ധി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്. എനിക്ക് ഇഷ്ടമുണ്ട്. ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മളുടെ നാട്ടിൽ നിന്ന് ഓരോ ഹോസ്പിറ്റലും ഇങ്ങനെ ടെൻഡർ എടുത്തിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കാര്യമാണ് പറഞ്ഞേ, ഇങ്ങനെ ചെയ്യും. അതായത് ഏറ്റവും കൂടുതൽ ഇവിടെ ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞത് ഇക്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റല് 6 വർഷം സർവീസ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇക്ര ഹോസ്പിറ്റൽ ഇവിടെ 6 വർഷം സർവീസ് നടത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ഇവിടെ അങ്ങനെയാണ് ഓരോ ഹോസ്പിറ്റലും. അവിടെ നിക്കില്ലേ മൂപ്പരാ പറഞ്ഞെ. അപ്പൊ ഞങ്ങളിത് ഡൈവിങ്ങിന് പോയിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഡൈവിങ്ങിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓരോന്നിനും ഓരോ സ്പോട്ടാ. കയാക്കിങ്ങിന് വേറെ സ്പോട്ടായിരുന്നു. ഇതേ നമ്മൾ ഡൈവിങ്ങിന് പോവാണ് അല്ലേ. നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം, ഇവിടെ ഇരിക്കാനൊക്കെ ഉണ്ട്. തൊട്ടിക്കൂഞ്ഞാലല്ല, ഊഞ്ഞാല, ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതെ, നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലം. നല്ല രസമുണ്ട്. തെങ്ങൊക്കെ നല്ല രീതിയിൽ ചാഞ്ഞെടുത്ത് നമുക്ക്. വാവ്, സൂപ്പർ സൂപ്പർ. വരും കൊള്ളാം. സോ ഗൈസ്, ഫൈനലി നമ്മൾ ഡൈവിങ്ങിന് പോവാണ്. ഇവിടെ ഒരു കൺസൈൻ ലെറ്റർ ഒപ്പിടണം. ആദ്യം ഷിങ്ക് വായിച്ചു നോക്കുകയാണ്. ഇതിങ്ങനെ പിടിച്ച് ഇവിടെ പിടിച്ചാൽ മതി. ഇങ്ങനെ പാറിപ്പോന്നേനാ ഇങ്ങോട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെ മാർക്ക് ഇവിടെ പിടിക്കാനാണ്? ഒരാൾ ഇവിടെ ഇവിടെ പിടി ഉണ്ട് കറി. No. Above 45 years. Yes. Yes. ഓളയിൽ ഒപ്പിട്ട് അല്ല ടിക്കറ്റ് 45 വയസ്സിന്റെ മേലൊക്കെ. ഞാൻ പറയണേ ഗായ്സ്, ഇവിടെ ഗായ്സ് അപ്പോൾ ഇവിടുത്തെ കൺസേൺ ലെറ്റർ സൈൻ ചെയ്തിരിക്കുകയാണ്. ഈ കൺസേൺ ലെറ്റർ കഴിഞ്ഞ് നമുക്കൊരു ബ്രീഫിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ഇത് പാർട്ടിസിപ്പൻറ്റ് സിഗ്നേച്ചർ ഈഫ് മൈനർ, അത് മൈനർ ആണെങ്കിൽ ഇവിടെയാണ് നമ്മൾ വരുന്നത്. മൈനറാണ് അവർ ഗാർഡിയനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ പാർട്ടിസിപ്പൻറ്റ് ഇവിടെ ഷിൻഷിദാൻ്റെ ചെയ്യുന്നുണ്ട്. 7-2 എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാടിപ്പോ 2000 എൻ്റെ. സോ ഗൈസ്, നമ്മളിതാ ഡൈവിങ്ങിന് കയറാൻ വേണ്ടി പോവാണ്. നമ്മളെ കുഞ്ഞി ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ കയറിയിട്ടാണ് പോണേ. പിന്നെ നമുക്ക് രണ്ടാൾക്കും സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ്. വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. യൂട്യൂബേഴ്സ് ആയതുകൊണ്ടുള്ള ഒരു ഏക ഗുണം. അവിടെ എത്തിയിട്ട് കാണണേ. അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. കേറിക്കോ. എതിലെയാ? എങ്ങനെയൊക്കെ തള്ളി വീണോ? എന്നാ പോണെന്നാ. ഷിങ്കു കയറിയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ. ഓക്കെ, പേടിയുണ്ടോ? പേടിയുണ്ടോ? ഓക്കെ.
ഇവിടെ വെക്കല്ലേ എങ്ങനെയുണ്ട്? പോയിക്കൊണ്ടിരിക്കുകയാണ്. പേടിയുണ്ടോ? ഉറപ്പല്ലേ? ചാടുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു നെഞ്ചെടുപ്പുണ്ട്. പക്ഷെ ഇറങ്ങി കഴിയുമ്പോൾ ശരിയാണ്. അവിടെ ഇത്ത പോയി നീന്തൽ അറിയാത്ത അപ്പൊ ശിവന് നീന്തറിയോ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് രണ്ടാക്കും നീന്താനറിയാം. ഫുൾ ആൾക്കാരുണ്ടോ? ബ്രീഫിംഗ് പുള്ളിയാണ് ബ്രീഫിംഗ്. പറഞ്ഞോ വേണ്ട അത് വരും. നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ബ്രീഫിംഗ് ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞുതരും എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന്. ടെൻഷൻ അടിക്കണ്ട. പുള്ളിക്ക് വെള്ളം പേടിയില്ല, ക്യാമറ പേടിയില്ല. നമുക്ക് ക്യാമറ പേടിയില്ല, വെള്ളം പേടിയില്ല. ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മുടെ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ എയർ ടാങ്ക്. ഓക്കെ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ ഇതിനകത്തായിരിക്കും കണ്ടന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഓക്സിജൻ ടാങ്കൊന്നുമല്ല. നമ്മളിപ്പോൾ ബ്രീഫ് ചെയ്യുന്ന സറൗണ്ടിങ് എയറില്ലേ, അത് ജസ്റ്റ് പ്യൂരിഫൈ ചെയ്തിട്ട് അതിൻ്റെ മോയ്സ്ചറെല്ലാം കളഞ്ഞിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് അപ് ടു 2 hours വരെ നമുക്ക് വെള്ളം ഫിറ്റ് ചെയ്യാൻ പറ്റും, ഒരു ടാങ്ക് ഫുള്ളാണെങ്കിലും. ഓക്കെ, പിന്നെ ഇതാണ് ബ്രീത്തിങ് ഡിവൈസ്. ഈ ടാങ്കുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവിച്ചിട്ടായിരുന്നു നമ്മുടെ മൗത്ത് ബ്രീത്തിങ് ആണ്, നോസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എങ്ങനെയാണ് വേറെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പാർട്സ് ഉണ്ടോ, ഈ 2 പാർട്സിലും ഈ ഡോട്ടഡ് ലൈൻ കാണുന്നുണ്ടോ, ഈ ഏരിയയിൽ നമ്മൾ ജോ ചെയ്തുകൊണ്ട് ബൈറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ സെക്യൂർഡായി, ലീവായി പോകത്തില്ല, ഇപ്പം സെക്യൂർഡായി. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പ് ഇവിടെ കവർ ചെയ്യണം ഈ ഏരിയയിൽ. ഓക്കെ, എന്തിനാ കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ വെള്ളത്തിനായിട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ബൈറ്റ് ചെയ്തിട്ട് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും, വെള്ളം കയറും. അപ്പം ലിപ്പ് സെക്യൂർഡ് ആയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വായിൽ വെള്ളം കയറില്ല. ഓക്കെ, ഇഫ് നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും ഇപ്പോൾ ക്യാമറ കാണുമല്ലോ വെള്ളത്തിനായിട്ട്, അപ്പോൾ ചിരിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജോയിക്ക് മൂവ് ചെയ്ത് ആ സമയത്തൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ വരേണ്ട ആവശ്യമില്ല. വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ വായിലുള്ള വെള്ളം ക്ലിയർ ചെയ്യാൻ പറ്റും. ശരി കണ്ടോ, ഇത് പർജിങ് ബട്ടൺ എന്ന് പറയും. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷറിൽ എയർ വായിൽ വന്നിട്ട് നമ്മുടെ വായിലുള്ള വെള്ളം വെളിയിൽ പൊക്കോളും ഈ വഴി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിനടിയിൽ വെച്ചിട്ട് വായിൽ വെള്ളം കയറുന്ന നമ്മുടെ മുകളിലോട്ട് വരേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇതിനകത്ത് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ആ പ്രോബ്ലം ക്ലിയർ ആവും. പിന്നെ ഇതാണ് BCD, ബോഡി കൺട്രോൾ ഡിവൈസ് എന്ന് പറയും. ഈ ബാഗ് പോലെ ഇരിക്കുന്നു. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വെള്ളത്തിനടിയിൽ നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് നമ്മൾ ഫ്ലോട്ട് ചെയ്യും. ഇത് ലൈഫ് ജാക്കറ്റായിട്ട് നമുക്ക് ആക്ട് ചെയ്യും ആ ടൈം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം, നമ്മൾ ജസ്റ്റ് പറയുന്നത് നമ്മൾ ചെയ്തോളാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിനടിയിൽ സ്ലോ ആയിട്ട് താഴോട്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ താഴെ പോയി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇത് എയർ ആഡ് ചെയ്ത് റിലീസ് ചെയ്തിട്ട് നമ്മുടെ ബോഡി നമുക്ക് കൺട്രോൾ ചെയ്ത് ഇത് വെച്ചിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു കാരണം കൊണ്ടും കോറലൊക്കെ ഉണ്ടെങ്കിൽ കോറലിൽ പോയി തട്ടുകയോ ഇപ്പോൾ കോറൽ ഡാമേജ് ഉണ്ടാകത്തില്ല, നിങ്ങളുടെ ബോഡിക്ക് ഡാമേജ് ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ സേഫായിട്ട് നമുക്ക് ബോഡി കൺട്രോൾ ചെയ്ത് ഇത് ഉപയോഗിച്ച് പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് BCD യൂസ് ചെയ്യുന്നത്. പിന്നീട് മാസ്ക് അറിയാമല്ലോ, നമ്മുടെ വ്യക്തമായിട്ട് വെള്ളത്തിനടിയിൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇത് നോസ് കവേഡാണ്. ഇപ്പം നോസ് കവേഡായിട്ട് വേണം ഞാൻ പറഞ്ഞത്, മൗത്ത് വച്ച് മാത്രമേ ബ്രീത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബ്രീത്ത് ചെയ്യും വായി കൂടെ ബ്രീത്ത് ചെയ്യണം, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വായി കൂടെ തന്നെ ചെയ്യുക. അപ്പോൾ മൂക്കിൽ കൂടെ ബ്രീത്ത് ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് ഫോഗാവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഫോഗായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഇത് മാസ്ക് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് മൗത്ത് ബ്രീത്തിങ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ബ്രീത്തിങ്ങും ബ്രീത്ത് ഔട്ട് എല്ലാം വായിക്കൂടെ മാത്രം. ഓക്കെ, മൂക്ക് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ മാസ്ക് നമ്മൾ വെച്ച് കഴിയുമ്പോൾ വെള്ളത്തിനടിയിൽ പോയി ഇപ്പം ഇൻ കേസ് നമുക്ക് മീശ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഈ ഏരിയയിൽ ഗ്യാപ്പ് കാണും. ഇപ്പം നമ്മൾ റെഗുലേറ്ററി വെച്ച് കഴിയുമ്പോഴത്തേക്ക് സീൽഡായിരിക്കും. ഇപ്പം നമ്മൾ ഈ ലിപ്പ് മൂവ് ചെയ്ത് വെച്ചു, ഇങ്ങനെ മൂവ് ചെയ്താൽ ചിലപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉള്ളവർക്കാണെങ്കിൽ ഗ്യാപ്പ് വരും. വന്നു കഴിഞ്ഞാൽ മാസ്കിൽ വെള്ളം കയറും. അപ്പോൾ മാസ്ക് വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് വരാനുള്ള ടെൻഡൻസി വരും. മുകളിലോട്ട് വരേണ്ട കാര്യമില്ല, നമുക്ക് വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ കൈപ്പത്തിയോ ഫിംഗറോ യൂസ് ചെയ്യാം. ഈ മാസ്കിൻ്റെ ടോപ്പിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, അങ്ങനെ പിടിക്കാനേ പറയുന്നത്. നമ്മളത് പുള്ളിയാനും പാടില്ല, പുള്ളിയാനും പാടില്ല. ജസ്റ്റ് അവിടെ ഈ മാസ്ക് ഇവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഇവിടെ തൊടുക, പിടിക്കുക, മുകളിലോട്ട് നോക്കുക, മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ആ ടൈമിൽ മൂക്കിൽ കൂടെ ശ്വാസം വിടുമ്പോൾ മാസ്കിലുള്ള വെള്ളവും വെളിയിൽ പൊക്കോളും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മുകളിലോട്ട് വരേണ്ട കാര്യമില്ല. വെള്ളത്തിനടിയിൽ ഇപ്പം ഈ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ജസ്റ്റ് മുകളിൽ പിടിക്കുക, മുകളിലോട്ട് ഇവിടെ പിടിക്കുക, മുകളിലോട്ട് നോക്കുക,
മൂക്കിലൂടെ ശ്വാസം വിടുക. ഓക്കെ, ഇനി വെള്ളത്തിനടിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കൂടെ ഒരാൾ എപ്പോഴും 1:1 എന്ന രീതിയിൽ ഇൻസ്ട്രക്ടർ കൂടെ കാണും. അപ്പോൾ ആള് നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാൻഡ് സിഗ്നൽസാണ്. ഇതാണ് ഓക്കെ. അപ്പോൾ ഈ ഓക്കെ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനും ആൻസറുമാണ്. ആൾ നിങ്ങളോട് ഓക്കെ എന്ന് ചോദിച്ചു ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുവാണ് ഓക്കെ ആണോ. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ റിട്ടേൺ ഇങ്ങനെ കാണിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏത് പോയിന്റിൽ ഡൈവ് ചെയ്യുമ്പോൾ ഏത് പോയിന്റ് നിങ്ങൾക്ക് പ്രോബ്ലം ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ആ സമയത്ത് ഹാൻഡ് ഷേക്ക് ചെയ്ത് ഇങ്ങനെ കാണിക്കുക ഫ്രണ്ടിലോട്ട് വന്നിട്ട്. ഈ ഹാൻഡ് ഷേക്കിൻ്റെ ഉദ്ദേശം നിങ്ങൾ നോട്ട് ഓക്കെ ആണെങ്കിൽ പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് പ്രോബ്ലം? അപ്പം നിങ്ങളുടെ ഇൻസ്ട്രക്ടർ നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ ആൾ ഫേസ് ടു ഫേസ് വരും. അപ്പം നിങ്ങൾ ജസ്റ്റ് പ്രോബ്ലം പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മാസ്ക് പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാം, ബ്രീത്തിങ് പ്രോബ്ലം ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇയർ പ്രോബ്ലം വരുന്നുണ്ട് അതിങ്ങനെ കാണിക്കാം. അപ്പോൾ എന്ത് പ്രോബ്ലമാണ് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലല്ല, വായിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. മാസ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ജസ്റ്റ് മുകളിലോട്ട് നോക്കുക, മൂക്കിലൂടെ ശ്വാസം വിടുക. ഈ 2 പ്രോബ്ലംസാണ് മെയിനായിട്ട് വെള്ളത്തിനടിയിൽ വരുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് നമുക്ക് മുകളിൽ വരേണ്ട കാര്യമില്ല, അടിയിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് വെള്ളത്തിനടിയിലേക്ക് പോകുന്നതോറും വാട്ടറിന് പ്രശ്നമുണ്ട്, വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യും. പക്ഷേ ബാക്കിയുള്ള പാർട്സിലൊന്നും നമുക്ക് അത് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇയറിൽ ഫീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പുഷ് ചെയ്യുന്ന ഫീൽ തോന്നിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ 1 മീറ്റർ കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഫീറ്റുകൾ താഴോട്ട് പോകുമ്പോഴായിരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോസ് ഇങ്ങനെ ക്ലോസ് ചെയ്യുക. മാസ്ക് വെച്ചിരിക്കുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇത് റബ്ബറാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോസ് ക്ലോസ് ചെയ്യുക, നോസിൽ കൊടുത്തിട്ട് ശ്വാസം വിടാൻ ശ്രമിക്കുമ്പോൾ എന്തോരെന്നറിയോ, ഇയറിൽ കൂടെ ഒരു പോപ്പ് ഓഫ് ഫീൽ ചെയ്യും. നമ്മുടെ എന്തൊരു എയർ റിലീസ് ചെയ്യുന്ന ഒരു ഫീൽ. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും തുപ്പിലൊക്കെ ഇങ്ങനെ വീഴി നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പോപ്പ് ഫീൽ ചെയ്യും. അതെ. അപ്പോൾ അതുപോലെ ഇങ്ങനെ നോസ് ക്ലോസ് ചെയ്യുക, നോസ് ക്ലോസ് വിടാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് പോപ്പ് പോകും. അപ്പോൾ നമുക്ക് പിന്നെ താഴോട്ട് പോകാൻ പറ്റും. ഇനി അത് വർക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് തുപ്പലൊന്ന് വിഴുങ്ങിയാൽ തുപ്പൽ വിഴുങ്ങുമ്പോഴും ഈ പോപ്പം ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ താഴോട്ട് പോകാൻ പറ്റും. അപ്പം ഇത് മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഹാൻഡ് സിഗ്നൽസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറക്കാം, ഒരു പ്രശ്നവുമില്ല. ബ്രീത്തിങ് പ്രോപ്പറായിട്ട് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളിവിടെ ഇറക്കിയിട്ട് ഒന്നും കൂടെ റിവൈൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ താഴോട്ട് പോകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കാൻ ശ്രമിക്കുക. ഇനി പറ്റില്ലെങ്കിൽ ഒന്നും റിവൈൻ ചെയ്യും. താഴെ പോകുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടായാലും കംപ്ലീറ്റ്ലി താഴെ പോയിട്ട് ഓക്കെ അല്ലേ എന്ത് ചെയ്യണം? ഹാൻഡ് ഷേക്ക് ചെയ്യുക. പിന്നെ മാക്സിമം ഡൈവ് ചെയ്യാണ്ട് താഴോട്ട് പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് മൈൻഡിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എനിക്ക് മുകളിൽ പോകാമല്ലോ എന്ന് പറയുന്ന മൈൻഡിൽ പോകരുത്. മാക്സിമം ഇങ്ങനെ വിചാരിക്കോ 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും, എനിക്ക് പ്രോബ്ലം ഇല്ല, ഞാൻ ഓക്കെ ആവും എന്നുള്ള മൈൻഡിൽ അതിൻ്റെ ബ്രീത്തിങ് മാത്രം ഓക്കെ ആവുന്നുള്ള രീതിയിൽ പോവുക. പിന്നെ നമ്മളോട് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബ്രീത്തിങ് ഓക്കെ ആണെങ്കിൽ ആൾ പറയും ബ്രീത്തിങ് ഓക്കെ ആണ്, അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ ബ്രീത്ത് ചെയ്യാൻ പറയും. ഇപ്പം നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് സർഫസ് ഇവിടെ നിന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും. അതിനേക്കാൾ ഈസിയാണ് വെള്ളത്തിനടിയിൽ ഇത് ഉപയോഗിച്ചിട്ട് ബ്രീത്ത് ചെയ്യും. കാരണം ഇത് അണ്ടർ വാട്ടർ വേണ്ടി മേടി തരുന്നതാണ്. അപ്പം ഇപ്പം ഇത് വെച്ചിട്ട് ഞാൻ ബ്രീത്ത് ചെയ്യുന്നേക്കാൾ ഏറ്റവും സുഖം അടി വെച്ചിട്ട് ബ്രീത്ത് ചെയ്യാനായിരിക്കും. അപ്പം അങ്ങനെ വിചാരിക്കാം, വെള്ളത്തിനടിയിൽ പോയി ബ്രീത്തിങ് ഓക്കെ ആവും. ഒരു 1-2 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന് വേണ്ടി അറൗണ്ട് 50 to 20 മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിനടിയിൽ കാണും. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിരിക്കും. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫുൾ ഡെപ്തിലേക്ക് പോകും. സ്റ്റാർട്ടിങ് 2 മീറ്ററിലൊക്കെ സ്റ്റേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ ആണെങ്കിൽ പെയ്യ പിന്നെ താഴോട്ട് പോകും. പിന്നെ കോറൽസ് ഒന്നും ടച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ട, ഡാമേജ് ആക്കേണ്ട. പിന്നെ ഫിഷിനെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. എല്ലാം ഡൗട്ട് ഉണ്ടോ? ഒന്നും ഓർമ്മയില്ല, എന്നാലും എല്ലാം ഓർമ്മ വരുന്നാണ് വിചാരിക്കുന്നത്. ബ്രീത്തിങ് മാത്രം നിങ്ങൾ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ചെയ്യണമെന്ന് പറയുന്നില്ല. സ്റ്റാർട്ടിങ് നമുക്ക് ക്യാച്ച് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ബ്രീത്തിങ് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കരുത്. പിന്നെ നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ എന്താ, വെള്ളത്തിനടിയിൽ പോവുക, കോറൽസ് കാണുക, ഫിഷസ് കാണുക, അതിനോട് ജസ്റ്റ് സ്ലിപ്പ് ചെയ്യുക, ആസ്വദിക്കുക. പിന്നെ അത് മാത്രമേ അല്ലായിക്കണോ ഫിഷ് കണ്ട് പല ടൈപ്പ് കളർ ഫിഷസ് ഉണ്ട്. അപ്പോൾ അതിനേക്കെല്ലാം ജസ്റ്റ് ഫൈൻഡ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് കണ്ടത് ഓക്കെ അവിടെ നീല ഫിഷ്, അവിടെ ചൂപ്പ്, അങ്ങനെ നിങ്ങൾ ജസ്റ്റ് നോക്കി ഇങ്ങനെ ഫൈൻഡ് ചെയ്ത് തരുമ്പോഴേ നിങ്ങൾ ഈ ബ്രീത്തിങ്ങിന് കാര്യം മറന്നു. നമ്മളിപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന മനഃപൂർവ്വമാണോ അറിയാതല്ലേ. അപ്പോൾ അതുപോലെ താഴെ എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിലൂടെ യൂസ്ഡ് ആവും ബ്രീത്ത്. അപ്പോൾ സെറ്റാവും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ.
സോ ഗൈസ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മൾ എത്ര നേരം നിന്ന് താഴെ? 20 മിനിറ്റോളം നമ്മൾ താഴെ നിന്ന്. ഞാൻ ആദ്യം പോയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കയറി. ഷിങ്കു ഇപ്പോഴും താഴെയാണ്. എന്നെ കൊണ്ടുപോയ ആൾ വരട്ടെ, എന്നിട്ട് ഞാൻ ചോദിച്ചു നോക്കെ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടിച്ചോ. ഇത് ഞാൻ കടലിൻ്റെ അടിയിൽ നിന്ന് പോയിട്ട് കുറച്ച് മണ്ണെടുത്തതാണ്, അത് സൂക്ഷിച്ച് പുറകെ കൊണ്ടുപോകണം. അപ്പൊ ഇനി ഷിങ്കു വരട്ടെ, എന്നിട്ട് അതൊക്കെ കണ്ടോ നിങ്ങള്? ശരി, എന്തൊക്കെയോ കാണിക്കാൻ പറഞ്ഞ ഞാനെല്ലാം കാണിച്ചു. എന്തായാലും സൂപ്പർ പരിപാടിയാണ്. ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ചെയ്യണം കേട്ടാ. കയറി വന്നപ്പോൾ നല്ല വിശപ്പുണ്ട്, പിന്നെ അതുപോലെ ചെറിയൊരു തലവേദന, തണുക്കുന്നുമുണ്ട്. പക്ഷേ തണുപ്പ് ഫീൽ ആവുന്നില്ല, പക്ഷെ ഞാൻ വിറക്കുന്നുണ്ട്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്യുമ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടാവും. എന്തായാലും പേടി പിന്നെ പതുക്കെ മാറുകയാണ്. ആ എന്നെ കൊണ്ട ആൾ വരുന്നുണ്ട്, പുള്ളിനോട് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ? സൂപ്പർ, കുഴപ്പമില്ല. നല്ല പേടി ഉണ്ടായിരുന്നില്ലേ എനിക്ക്? ഒരു വട്ടം ഞാൻ കയറി പേടിച്ചിട്ട്, പിന്നെയും കൊണ്ടുപോയി. കടലിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ നിന്നിട്ടാ. ഇതിപ്പോൾ എത്ര അടി ആയുണ്ടാവും ഇവിടെ? അപ്പം 30 മീറ്റർ താഴെ പോയി നമ്മള്. 30 മീറ്റർ താഴെയാണ് നമ്മൾ പോയത്. 30 മീറ്റർ കടലിന്റെ അറബിക്കടലിന്റെ അടിയിൽ പോയിട്ട് മണലെടുത്തിട്ട് വന്നിട്ട്. യെസ് 30 മീറ്റർ താഴെ പോയിട്ട് നമ്മൾ മണലെടുത്ത് വന്നിരിക്കാം. ആമേനെ കണ്ടിട്ടില്ല. 30 മീറ്റർ അടിയിൽ പോയിട്ട് ആമേനെ കണ്ടിട്ടില്ല. ആമനെ കണ്ടില്ലല്ലേ? പക്ഷേ നിങ്ങൾ ഒരു സാധനം തൊടുമ്പോൾ ഇങ്ങനെ ഉള്ളു പോണില്ലേ, അവിടെ പോയിട്ട് എൻ്റെ കാല് ഞാൻ എന്തിനോ ചവിട്ടിപ്പോയി. അപ്പോഴാണ് എനിക്ക് വേനെടുത്ത്. ആ ഒരു ഇങ്ങനെ ജെല്ലി പോലത്തെ ഒരു മീനെ കാണിച്ചില്ലേ, അത് തൊടാൻ പോയപ്പോ കാലെട്ടി. ഇതിപ്പോ എങ്ങനെ പറഞ്ഞുതരും എന്റെ കാലവിടെ തട്ടിന്ന്? ഏത് ആക്ഷനിൽ കാണിക്കും? അതിനൊരു ആക്ഷൻ ഇല്ലല്ലോ, മുറിഞ്ഞിട്ടൊന്നുമില്ല. അതിൽ പേടിച്ചോയി. എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ ചെയ്ത ഷിങ്കു ജീവനോട് ഞാൻ ചോദിക്ക, എന്നെ കുറിച്ച് ചോദിച്ചു നോക്ക്. ലെവലേ ഇനി പൊക്കിയവരുടെ പൈസ വേണം. സൂപ്പറായിരുന്നു ഗൈസ്. ഞാൻ ഏകദേശം 20-25 മിനിറ്റ്. ഷിങ്കു ഞാൻ എനിക്കറിയൂല, അതവരോട്. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ വീഡിയോസ് ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ അല്ലേ? സോ ഇനി നമ്മൾ റൂമിലോട്ട് പോവാണ് ഡൈവിങ് കഴിഞ്ഞിട്ട്. അപ്പം സെറ്റ്, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ കുറച്ച് പിള്ളേരുണ്ട് കേട്ടോ. നമ്മൾ സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് വന്നേക്കായിരുന്നു. അന്നേരം കുറച്ച് പിള്ളേരെ കണ്ടിട്ട് ഓ ഓ ഓ ദിക്കറോ എടുക്കാൻ പാടില്ല. ഓ അവരെ വീട്ടില് ദിക്കറുണ്ട്. വരുമോ നിങ്ങൾ? നിസ്കാര ക്ലാസ്സിൽ ദിക്കറോ? ആ വ്ളോഗ് എടുക്കാനാ? ആ നബിദിന പരിപാടിയുടെ അല്ലേ? ആ ഞാന് ഇന്നെപ്പോഴാ? ഇന്ന് രാവിലെ കഴിഞ്ഞല്ലോ. നാളെ രാവിലെ, ഇന്ന് രാത്രി. ഓ പായസം വേണമെന്നില്ല, വരാട്ടോ. ഞാൻ നമ്മളുടെ എപ്പോഴാ കഴിയാ പരിപാടികൾ? വരാ ഇല്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടാവൂലേ? ഓ വ്ളോഗാ. നിങ്ങൾ കഞ്ഞിയും കുഞ്ഞിപ്പരല്ലേ അത് കളിക്കുന്ന സ്ഥലം കാണിച്ചു തരും. ബാ വാവ ഇതല്ലേ? അതും വാവ. ആയ് 2 വാവുണ്ട് എവിടെ? ആയ് കുട്ടൂസ്. ഏയ് നോക്ക്, ഷട്ടിട്ട് ഓടാ. എവിടെ? ആയ് കിച്ചൺ സെറ്റ് എല്ലാം ഉണ്ടല്ലോ.
ആ നല്ല രസമുണ്ട് നോക്കട്ടെ. കാണാൻ എല്ലാം കോണ നല്ല രസമുണ്ട് അല്ലേ നമ്മള് കാണാം ദേ. ഹായ്. വായ് 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 വായ്. ഓ വാ വാടാ. കുറച്ചും കൂടി വൈഡാക്കാം. ഓ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്. എന്റെ കയ്യിലുണ്ട് ഇങ്ങനത്തെ പേരെന്താ? പേരൊന്നുകൂടി മതി. അപ്പൊ എനിക്ക് എന്റെ പേര് അൻസിയ, ഇവളെ പേര് ഷറിൻ, ഇവളെ പേര് മുഫ്ലിയ, ഇവളെ പേര് റിസ, ഇവളെ ഇവന്റെ പേര് അപ്പു, ഇവളെ പേര് ഇസുവ. ഉള്ള കാല് മുറിയൂലേ? ഓക്കെ, ഇതാണ് ഇവരുടെ കുഞ്ഞിപ്പെര സെറ്റപ്പ്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് പണ്ടത്തെ മെമ്മറീസ് ഒക്കെ ഓർമ്മ. നിങ്ങളൊരു വീടാക്കണം. വീടാക്കാത്ത എന്തോ ഓ നിങ്ങൾ സ്കൂളിൽ പോവാണ്ട കളിക്കുന്ന ബാഗില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ പോയി. ബാഗ് ഇല്ലാത്തതാണ് അത് നഖം വെച്ച് ദൂരി. ഞങ്ങൾ ബാഗില്ലാത്തതാണ് പോയില്ല. തിന്നുന്ന പള്ളി ഇവിടെ ഒന്നേ പൈസ തിന്നു മേടിച്ച തരുന്നില്ല അവളെ. ഓളെ കൊണ്ട് കൊണ്ടായാ മതി, അന്നേരം ഓള് പഠിക്കും. അല്ലെങ്കിൽ വാശിയോ അത് വേണം. ഇത് ഹായ് വാവാനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാരും സുന്ദരികളായിട്ടുണ്ട് ഇതില്. നല്ല രസം കാണാൻ. നല്ല രസം കേട്ടോ. ഇത് അങ്ങന്റെ ഇവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഉമ്മച്ചിനോടൊക്കെ അന്വേഷണവും സലാം പറയും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. പോട്ടെ ഞാൻ. ശരി, ആ കുളിച്ചിട്ട് വരാം. ഞാൻ ഇനി ഇരിക്കാം. കുളിച്ചിട്ട് ഓ വരാ വരാ. അവിടെ ഉണ്ട് അല്ലേ ദിക്ക്, മറ്റേ ദഫ് ഉണ്ട് അല്ലേ, ദഫ് മുട്ട്. ആ ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾ എനിക്ക്. ഓ എടുത്തേക്ക്, ഇതിലുണ്ട് വ്ളോഗ്. മറ്റന്നാ വരും ഇതിന്റെ, അന്നേരം നിങ്ങളെ കാണാൻ പറ്റും. കാണണേ. നമ്പർ എനിക്ക് കാണാണ്ടറിയില്ല. ഫോണോ? ഓ കമന്റ് ചെയ്യാ, ഹായിന്ന് കമന്റ് ചെയ്താൽ മതി. അന്നേരം ഞാൻ നിങ്ങക്ക് എനിക്ക് കാണാപ്പാട് അറിയില്ലടാ. എന്റെ പേനൊന്നുമില്ല. ഞാനും വരാം, നിങ്ങളെ കാണാൻ വേറെ ദിവസം വരും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടെ കളിച്ചോ, ഇപ്പൊ കളിച്ചോ. ഇതേ ഒറ്റക്ക് കളിക്കുന്നു. ഇവിടെ പാമ്പൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലേ? അത് പിടിച്ച് അതിനെ ഓ എന്നാ എന്റെ നമ്പറായി ഞാൻ മെസ്സേജ് അയക്കാം. വാട്സപ്പ് അല്ലേ? ഓ ഗൈസ്, വാട്സപ്പ് ഒക്കെ ഉണ്ട്. ഉമ്മ ചീത്ത അറിയോ വാട്സപ്പ്? ഫുട്ബോൾ എവിടെയാ? ആ ഈ ഗേൾസ് ഗ്യാങ്ങിലല്ലേ? ഫുട്ബോളും കളിക്കോ? ബോയ്സ് ഗ്യാങ് ഉണ്ടോ? എവിടെയാ? ചേച്ചിയല്ലേ ഇത്ത? അമ്മമാരൊക്കെ കളിച്ചിട്ട് ഗ്രൗണ്ടിൽ പിന്നെ എന്നിട്ട് ഗ്രൗണ്ടിൽ കളിച്ച് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെ. ഓ താങ്ക് യു സോ മച്ച്. ഇതാ നമ്പർ. ആ കിട്ടി കിട്ടി കിട്ടി. ഓ നമ്പറൊക്കെ കാണാണ്ട് അറിയാട്ടാ. എനിക്കറിയില്ല. കറക്റ്റ് അല്ലേ? ഓക്കെ താങ്ക് യു. ഇവിടെ കളിക്കാൻ വരുമ്പോ മമ്മാനെ കളിക്കുന്നുണ്ട് ചേച്ചി. ഓ ഞാൻ വരാം. ഞാനിത് മാറ്റിയിട്ടൊക്കെ വരാം. ഇത് ഭയങ്കര മണ്ണൊക്കെ കേറിയിട്ട് നിങ്ങളുടെ മേലും ചീത്തയാവും. അപ്പൊ അതേ ഒറ്റക്ക് കളിക്കും. പോയിട്ട് വരാം കേട്ടോ. എന്നാ ശരി, താങ്ക് യു, ബൈ. ഞങ്ങള് വയനാട്ടിൽ നിന്ന് വരാം. ഇവിടെ എയർപോർട്ടിന്റെ ആ ഭാഗം ഒരു വഴിയുണ്ട്. അവിടെ അവിടെ ഒരു വീട്, ഹട്ടൽ. അതിന്റെ ഇപ്പുറത്ത് ഒരു ഹോം ഉണ്ട്. മനസ്സിലായോ? എല്ലാം അറിയല്ലേ? അവളുടെ വീട് അടുത്ത്, അവളുടെ വീടിന്റെ ഇപ്പുറത്താണ് നിങ്ങൾ അറിയൂലടാ. കാണില്ല. എന്നാ ശരി കേട്ടോ, ബൈ. ഓക്കെ ബൈ പറഞ്ഞോ എല്ലാരും. ബൈ. ആ ഇവിടുത്തെ ആടും കുട്ടികളൊന്നും എന്റെ അടുത്തേക്ക് വരുന്നില്ല. ഞാൻ എല്ലാവരും പേടിക്കുന്നത്. പേടിയല്ലേ? ഓടും. എന്നാ ശരി.
അയ്യോ അങ്ങനെയല്ല നമ്മളെ എന്റെ ഉപ്പ അവിടെ ഇല്ല. ഉപ്പ കരിയില് എന്റെ ഉപ്പയെ കാട്ടാൻ പോയിട്ടുണ്ട്. ആടുംകുട്ടീന് ആടും കിട്ടില്ല. എന്റെ ഉപ്പേ എന്റെ ബാപ്പേ ബാപ്പ കാട്ടാൻ പോയിട്ടുണ്ട്. കാട്ടാൻ പോയില്ലേ? എന്നാ ശരി, ബൈ. ബൈ.